ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ വ്ളോഗാണ് കേട്ടോ. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇന്ന് ഹാറൂന് ആനുവൽ ഡേ പ്രോഗ്രാമാണ്. അപ്പോൾ രാവിലെ ഒരു 7 o'clock ആകുമ്പോൾ സ്കൂളിലേക്ക് പോകണം. ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ വണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 6:20 ആയപ്പോൾ ഹാറൂൻ പോയിട്ടുണ്ട്. ഹംദാൻ അപ്പോൾ ഇന്ന് മദ്രസയിലും അവനെ വിടണം. ഹാറൂൻ ഇന്ന് ആനുവൽ ഡേ ആയതുകൊണ്ട് അവനെ വിട്ടിട്ടില്ല. അപ്പോൾ ഒരു 7:45 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അവന് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുകയാണ് കേട്ടോ. കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു, അതും ചീസും ബ്രെഡിൽ വെച്ചിട്ട് ഞാനങ്ങനെ മൈക്രോവേവ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 1 മിനിറ്റ് മൈക്രോവേവ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ബ്രെഡ്. അതേപോലെ ചീസൊക്കെ നല്ല മെൽട്ടായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് കുറച്ച് ക്രിസ്പി ആയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ ബട്ടറിൽ ടോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ സൈഡൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ മൈക്രോവേവ് ചെയ്തെടുത്തതാണ് കേട്ടോ. അങ്ങനെ ഹംദാൻ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആനുവൽ ഡേയുടെ പരിപാടിക്ക് പോവുകയും വേണം, ഹാറൂനെ പിക്ക് ചെയ്യുകയും വേണം തിരിച്ച്. ഒരു 11:45 പ്രോഗ്രാമൊക്കെ കഴിയും. രാവിലെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ പോയി കണ്ട് ഇരിക്കാം. രാവിലെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. അങ്ങനെ പ്രോഗ്രാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളവിടെ എത്തുന്നത്. ഹാറൂൻ്റെ പ്രോഗ്രാമൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ തലേദിവസം രാത്രിയിലത്തേക്ക് ഡിന്നർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. സോൾട്ടഡ് വെജീസും ഫ്രൈഡ് ചിക്കനും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഓൾറെഡി പുറത്തുനിന്ന് കഴിച്ചിട്ടൊക്കെ വന്നതുകൊണ്ട് അതിങ്ങനെ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒരു ഓട്സ് കഞ്ഞീന്നോ ഓട്സ് സൂപ്പെന്നോ എന്ത് വേണമെങ്കിലും പറയാം, ഓട്സ് വെച്ചിട്ടൊരു ഐറ്റം. അപ്പോൾ നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ചും കൂടി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം, കാരണം ഓട്സിലിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ടേ. വെജീസും ചിക്കനൊന്നും വേവിച്ചതല്ലെങ്കിൽ നമ്മൾ പാൻ വെച്ചിട്ട് ആദ്യം ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ദെൻ വെജീസൊക്കെ ഇട്ട് വേവിക്കുക. എന്നിട്ട് അതിലേക്ക് ഓട്സ് ഇട്ട് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ രണ്ടും എൻ്റെ കയ്യിൽ വേവിച്ചത് ഓൾറെഡി തലേദിവസം ഉള്ളത് കൊണ്ട് ആദ്യം ഓട്സ് വേവിച്ചിട്ട് അതിലേക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. പൊടിയായിട്ട് നമ്മൾ ഗരം മസാലയും പെപ്പർ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാൻ, ഞാനിത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു സിമ്പിൾ ഡയറ്റ് ഓട്സ് സൂപ്പാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. വെള്ളം നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മൾ എത്ര ഓട്സാണ് എടുക്കുന്നത് അതിനനുസരിച്ച് കുറച്ച് തിളപ്പിച്ച വെള്ളം അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഓട്സ് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കുക. അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉപ്പും പെപ്പറും ഗരം മസാല ആഡ് ചെയ്യുക. എന്നിട്ട് വേവിച്ച് വെച്ച വെജീസും ചിക്കനൊക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ ഓട്സ് സൂപ്പ് റെഡിയായി. നമ്മൾ നോർമലി കഴിക്കുന്ന പുട്ടും പയർ അല്ലെങ്കിൽ ഇടിയപ്പം, മുട്ടക്കറി അല്ലെങ്കിൽ പത്തിരി, ബീഫ്, ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് എന്തായാലും നമ്മൾ ഡയറ്റ് ഫുഡിന് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ച് ശീലിച്ച സംഭവങ്ങൾ അത് തന്നെയാണല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് കുറവും കുറച്ചൊരു ഇഷ്ടക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എപ്പോഴും പറയും ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ കഴിക്കുമ്പോൾ അതിന് ടേസ്റ്റ് കുറവായിരിക്കുന്നത് ശരിയാണ് കേട്ടോ. കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മളതിനോട് അഡ്ജസ്റ്റ് ആവാനായിട്ട്. പിന്നെ അത് ഓക്കെ ആയിക്കോളും. അപ്പോൾ കുറച്ചും കൂടി ക്രീമി ആയിട്ടിരിക്കാനായിട്ട് ഞാനൊരു ഇത്തിരി പാല് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പാലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ലോ ഫാറ്റ് തന്നെ യൂസ് ചെയ്യുക. ഞാൻ ഫുൾ ഫാറ്റ് തന്നെയാണ് കേട്ടോ എടുത്തത്. ഞാനപ്പോൾ തന്നെ കഴിക്കുകയാണ്, കാരണം ഹാറൂനെ വിട്ട് പിന്നെ ഹംദാനും പോയി കഴിഞ്ഞൊരു 8:45 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. വെളുപ്പിന് 2 മണിക്ക് എന്തോ ആണ് കേട്ടോ വന്നത്. അങ്ങനെ ഇപ്പോൾ രാവിലെ പ്രയറൊക്കെ കഴിഞ്ഞ് ആൾ രണ്ടാമത് കിടന്നതാണ്. അങ്ങനെ അവർ 2 പേരും എണീക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു 9 മണി 9:15 ആയപ്പോൾ ഞങ്ങൾ വേഗം റെഡിയായി ഇറങ്ങിയിട്ടോ. അപ്പോൾ കുറച്ചൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു വഴിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോൾ കുറച്ച് വൈകിട്ടുണ്ട്. പ്രോഗ്രാം ഓൾമോസ്റ്റ് തീരുന്ന സമയത്താണ് കേട്ടോ നമ്മളവിടെ സ്കൂളിലെത്തിയത്. ഫ്രൈഡേ ഹാറൂൻ്റെ പാരൻസ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. നാളെയാണ് ഹംദാൻ്റെ പാരൻസ് മീറ്റിംഗ്. അപ്പോൾ ഈ വീക്കെൻഡ് മൊത്തത്തിലൊരു ബിസി വീക്കെൻഡ് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ 2-3 ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ് അവിടെ കുറേ അറബിക് സ്റ്റാളുകൾ, ഹെൽത്തി ഫുഡിൻ്റെ സ്റ്റാളുകൾ, അങ്ങനെ ഒരുപാട് സ്റ്റോളുകൾ അവരങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നടന്ന് കണ്ടു. അപ്പോൾ ഹാറൂന് ഒരു അറബിക് തീമിൽ അറബിക് ഡാൻസും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഒരു അറബിക് തീമിലുള്ള ഒരു ഫൺ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവന് പ്രോഗ്രാമിന് ഉണ്ടായിരുന്നത്. പക്ഷേ അതെന്തായാലും മിസ്സായിട്ടുണ്ട്.
അങ്ങനെ ഹാറുവിൻ്റെ ഫ്രണ്ട്സിനെയും എല്ലാവരെയൊക്കെ കണ്ടു. പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് കേട്ടോ ഈ ജെറിയുടെ ഡ്രസ്സ് ഇട്ടത്. അപ്പോൾ അവളിടയ്ക്ക് നമ്മുടെ വീട്ടിൽ വരുന്നതാണ്. ഹാസിമിന് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മെഹറിൻ. അപ്പോൾ അവളുടെ പുറകെ ചെന്ന് ഞാൻ അവളെ മെഹറിൻ എന്നൊക്കെ വിളിച്ച് അവളുടെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. എല്ലാ കുട്ടികളും ജെറിയുടെ പുറകെ ആയിരുന്നു. പിന്നെ ഇവിടെ സ്പിനാച്ചിൻ്റെ ഹെൽത്തി ഒരു സ്റ്റോളായിരുന്നു. അപ്പോൾ അവിടെ പോപ്പായ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കാർട്ടൂൺ ക്യാരക്ടർ ഉണ്ടല്ലോ, അപ്പോൾ അതിനെ വെച്ചിട്ടുള്ളൊരു തീമായിരുന്നു. ഞാൻ പണ്ട് ദൂരദർശനിൽ കണ്ടുകൊണ്ടിരുന്ന ഒരേ ഒരു കാർട്ടൂണാണ് കേട്ടോ പോപ്പായ്. അപ്പോൾ ആ സ്റ്റോള് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നൊസ്റ്റു അടിച്ചിട്ടോ. പിന്നെ ഞാൻ എല്ലാം ഒന്ന് നടന്നൊക്കെ കണ്ടു. സ്കൂളിൽ ചെല്ലുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ലൊരു വൈബാണല്ലേ, കുട്ടികളും പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് അങ്ങനെ കുറേ നേരം അങ്ങനെ നടന്നു. അത് കഴിഞ്ഞ് കുട്ടികളെല്ലാവരെയും ക്ലാസ് റൂമിലേക്ക് ടീച്ചേഴ്സ് കൊണ്ടുപോയി. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ അവരെ പിക്ക് ചെയ്തത്. ഞാൻ എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ സ്കൂളിൽ പോകാറുള്ളൂ. അപ്പോൾ അവൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഒരു തവണയൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് കണ്ടു. അവൻ്റെ പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ. ഇത് പ്രൈമറി വിങ് ആണ് കേട്ടോ, സീനിയേഴ്സിന് അപ്പുറത്താണ്. അത് ചെറിയൊരു സെപ്പറേഷനോടുകൂടി 2 സൈഡിലായിട്ടാണ് അവരുടെ സ്കൂള്. ഷാർജയിലുള്ള DPS പബ്ലിക് സ്കൂളിലാണ് കേട്ടോ മക്കൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് പ്ലേ ഏരിയയാണ് അവരുടെ. അപ്പുറത്ത് കാണുന്നതാണ് സീനിയർ വിങ്, അവിടെയാണ് ഹംദാൻ്റെയൊക്കെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇക്ക ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് ആള് ബാങ്കിലോ എവിടെയൊക്കെയോ പോയിട്ടാണ്. അപ്പോൾ മക്കൾ നിസ്കരിക്കാൻ നിന്നപ്പോൾ ഹാസിമ് കൂടെ നിസ്കരിക്കണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഹംദാനോട് ഞാൻ രണ്ടാമതൊന്നും കൂടി നിന്ന് നിസ്കരിക്കണ പോലെ കാണിച്ചാടാ, ഞാനൊരു വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടാമത് എടുപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ആൾ അതേപോലെയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ മസാലയൊക്കെ തേച്ച് ചോറ് വെച്ചു. ചീരയൊക്കെ ഉലത്താൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴത്തേനും ആൾ പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം, റെഡിയായിരുന്നോ ഞാൻ വരുമ്പോഴത്തേനെന്ന് പറഞ്ഞു. അങ്ങനെ പിള്ളേരൊക്കെ റെഡിയാക്കി നമ്മൾ കാലിക്കറ്റ് പാരഗണിലാണ് കേട്ടോ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. സത്യം പറഞ്ഞാൽ ആസിമിനെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതേ ഇപ്പോൾ ഒരു ചൊറ തന്നെയാണ് കേട്ടോ. കാരണം എവിടെ ചെന്നാലും നമുക്കൊരു സ്വസ്ഥമായിട്ടൊരു ഫ്രീ ആയിട്ട് എവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ രാവിലെ ഹാറൂന് എണീറ്റത് കൊണ്ട് ഹാറൂന് ഭയങ്കര ഉറക്കം വരലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അവന് ഫുഡ് കഴിക്കാനും പൊതുവേ മടിയാണല്ലോ. അപ്പോൾ മൂപ്പരൊരു ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ട്. എന്നാലും ഫുഡ് വന്ന സമയത്ത് ആളെ ഞാൻ വിളിച്ചങ്ങനെ എണീപ്പിച്ചിട്ട്. അപ്പോൾ ഹാറൂൻ കിടക്കണ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ മേത്ത് ചവിട്ടുക, അവൻ്റെ മേത്തേക്കൂടെ നടക്കുക, അങ്ങനത്തെ കലാപരിപാടികളൊക്കെയാണ് കേട്ടോ ഹാസിമിന്. അങ്ങനെ അവൻ്റെ ഷൂവും കാറും ഒക്കെ എടുത്ത് എറിഞ്ഞ് അടുത്തുള്ള കുഞ്ഞിൻ്റെ മേത്ത് പോയി കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവനെ പിടിക്കൽ തന്നെ ഒരു പണിയാണ് കേട്ടോ. ഫുഡ് വന്ന വരെ ഒരു ടാസ്ക് തന്നെയായിരുന്നു. പിന്നെ ഫുഡ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം അടുത്തിരുത്തി അങ്ങനെ ചോറൊക്കെ കൊടുത്തു. ഇക്ക മീൽസും ഹംദാനൊരു ബിരിയാണിയും ഞാനൊരു സീ ഫുഡ് റൈസും പിന്നെ ഒരു ഷേരിയുടെ മസാല ഫ്രൈയും. അത് അവിടുത്തെ ഒരു സ്പെഷ്യലാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയാണ് കേട്ടോ വാങ്ങിയത്. ബാക്കിയുള്ളവർക്ക് നമ്മളുടെ തന്നെ അങ്ങനെ കൊടുക്കും. ബിരിയാണിയും കുറച്ച് ഹാറും കഴിച്ചു, ഹാസിമ് ബിരിയാണിയും കഴിച്ചു, ഈ റൈസും കഴിച്ചിട്ട്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഫ്രൈഡ് റൈസും പിന്നെ ഒരു സീ ഫുഡ് രണ്ടിൻ്റെയും കൂടി ഒരു മിക്സപ്പായിട്ട്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഹംദാനിക്ക് ഒരു സ്വീറ്റ് എന്തെങ്കിലും വേണം. നമുക്ക് ബിരിയാണിയുടെ കൂടെ പായസമൊക്കെ ഉണ്ടായി, പക്ഷേ പിള്ളേർക്ക് അതൊന്നും ഓടില്ലല്ലോ. അങ്ങനെ ഒരു ഗുലാബ് ജാമുൻ വിത്ത് ഐസ്ക്രീം അങ്ങനെ ഓർഡർ ചെയ്തിട്ട് ആ ഒരു 2 ലിക്വിഡും കൂടിയുള്ള ആ ഒരു മിക്സ് അതെന്തായാലും അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡയറ്റ് അങ്ങനെ ഉച്ചയോടുകൂടി എന്തായാലും തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ വീക്ക്ലി വൺസ് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ, അങ്ങനെ വിചാരിക്കാം. അപ്പോൾ ഡിന്നറിന് ഞാനിത് ഉച്ചയ്ക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ചിക്കനും ചീരയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കനിലേക്ക് കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്യാൻ കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ടർമറിക് പൗഡർ, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, തൈര്, ഉപ്പ്, പെപ്പർ പൗഡർ എല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങനെ മസാല വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചീരയും പകുതി എന്തോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ഇക്ക ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതൊക്കെ തന്നെ മതി, കുറച്ച് റൈസ് കുറച്ച് കഴിക്കാം, ചിക്കൻ ഫ്രൈ കുറച്ച് കൂടുതൽ കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ചിക്കനും ഫ്രൈ ചെയ്തെടുത്ത് അതേപോലെ ചീരയും ഒന്ന് ഒലത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. രാത്രി ഞങ്ങൾ എന്തോ ടെർബോ എന്തോ ഫിലിം ഉണ്ടായിരുന്നു നമ്മുടെ സോണി ലൈവിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് അത് വെച്ചിട്ട് അങ്ങനെ അത് കാണാമായിരുന്നു കേട്ടോ. അപ്പോൾ ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് സവാളയും പച്ചമുളകൊക്കെ ഇട്ട് വഴറ്റി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചീരയും ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീരത്തോരൻ റെഡി. തേങ്ങയും നമുക്ക് ആഡ് ചെയ്യാം. എൻ്റെ അടുത്ത് തേങ്ങ ഉണ്ടായിരുന്നില്ല കേട്ടോ.
അങ്ങനെ ചിക്കനും ഞാൻ പതിയെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിള്ളേർക്ക് ഇപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ, വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. ഇക്കായും രാത്രി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഡിന്നർ. അപ്പോൾ രാവിലത്തെ ഓട്സ് കഞ്ഞി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുടിച്ചാൽ മതിയായിരുന്നു എനിക്ക്, പക്ഷേ അത് കുടിക്കാൻ തോന്നണില്ല രാത്രിയായപ്പോൾ. അങ്ങനെ ഞാനും കുറച്ച് ചോറ് തന്നെ കഴിച്ചത്. ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് എടുത്തിട്ട് ചീരയും ചിക്കൻ ഫ്രൈയും കുറച്ച് കൂടുതൽ അങ്ങനെയാണ് കഴിച്ചത്. കുറച്ച് അച്ചാറും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു തിരക്ക് പിടിച്ച വീക്കെൻഡ് തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി വ്ളോഗൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.